അബ്രഹാമിൻ നാഥനാരാധന, യാക്കോബിൻ ദൈവമേ ആരാധന, ഇസഹാക്കിനിടയനെ ആരാധന, ഇസ്രായേലിൻ രാജനെ ആരാധന, 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 ആരാധന. ആത്മാവിലായിരം മുറിവുണങ്ങിയിടും ആത്മീയ നിമിഷമി ആരാധന, ആത്മശരീര വിശുദ്ധി നൽകിയിടും അനുഗ്രഹ നിമിഷമി ആരാധന, 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 ആരാധന. രണ്ട് കൈകൾ ഉയർത്തി ആരാധന, 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 ആരാധന. വിളിച്ചാരാധിച്ച് ആരാധന, കർത്താവേ, ആരാധന, ആരാധന, ആരാധന. എല്ലാവരും സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ദൈവത്തിന്റെ അതിശക്തമായ സാന്നിധ്യം നമുക്കെല്ലാവർക്കും ഇപ്പോൾ അനുഭവിച്ചറിയാം. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിച്ച് നന്ദി പറയുന്നു. മക്കളെ, ഒരുമിച്ച് ചേർന്ന് കൈകൾ ഇങ്ങനെ യാചനാരൂപത്തിൽ പിടിച്ച് എല്ലാവരും ചേർന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ട് യേശുവേ ആരാധന, എല്ലാ കുടുംബങ്ങളും ഒരുമിച്ച് യേശുവേ ആരാധന, മക്കളും മാതാപിതാക്കളും എല്ലാവരും യേശുവേ ആരാധന, എല്ലാ നിയോഗങ്ങളെ സമർപ്പിച്ച് യേശുവേ ആരാധന, കൈകൾ കൂപ്പിക്കൊണ്ട് യേശുവേ ആരാധന, വിളിച്ചാരാധിച്ച് യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആത്മജ്വാല എന്ന ആത്മീയ ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും പ്രാർത്ഥനാപൂർവം സ്വാഗതം ചെയ്യുന്നു. നമുക്കോരോരുത്തർക്കും അറിയാം, ആത്മജ്വാല ആത്മീയ ശുശ്രൂഷയിലൂടെ വചനമായും ദിവ്യകാരുണ്യമായും കർത്താവ് യേശുമിശിഹ നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ ഹൃദയത്തിലേക്കും നമ്മുടെ ജീവിതത്തിലേക്കും എഴുന്നള്ളി വന്ന് നമ്മളെ അനുഗ്രഹിച്ച് അഭിഷേകം ചെയ്ത് വഴി നടത്തുന്ന ആത്മീയമായ ഒരു വലിയ നിറവ് തരുന്ന ശുശ്രൂഷയാണ്. ഇത് നമ്മൾ എത്ര പ്രാവശ്യം ആഗ്രഹിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുന്നോ അത്രയധികമായി അവിടുന്ന് നമ്മളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവവചനം കർത്താവ് യേശുമിശിഹ നമുക്ക് നൽകുന്നത് സാമുവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നാണ്. സാമുവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9 മുതലുള്ള ഏതാനും ചില വചനഭാഗങ്ങളാണ്. അത് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നതിന് മുന്നേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണെന്നോ, നമ്മുടെ അവസ്ഥ മറ്റാർക്കും അറിയില്ലെങ്കിലും കർത്താവ് യേശുമിശിഹായ്ക്ക് നന്നായിട്ടറിയാം. നമ്മുടെ ജീവിതാവസ്ഥ മറ്റാർക്കും അറിയില്ലെങ്കിലും കർത്താവിന് നന്നായിട്ടറിയാം. എന്തുകൊണ്ടാണെന്നോ, ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, ജെറുസലേം ധ്യാനകേന്ദ്രത്തിലേക്ക് ഇങ്ങനെ ഒട്ടനവധി ആളുകൾ വരുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരും നല്ല ഭംഗിയായി വസ്ത്രധാരണം ചെയ്ത് അണിഞ്ഞൊരുങ്ങിയൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പം നമ്മൾ ഒറ്റ നോട്ടത്തിൽ
അവരിൽ ഓരോരുത്തരെയും കാണുമ്പോൾ നമുക്ക് എന്താ തോന്നുന്നത്? ഓ, എന്തൊരു വെൽ ഡ്രസ്ഡാണ്, എത്ര നല്ല ജീവിതമാണ് നയിക്കുന്നത്. അങ്ങനെ ബാഹ്യമായ ഒരു കാഴ്ചകൾ കൊണ്ട് അത്രയൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അവരുടെ ഹൃദയങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത് കർത്താവ് യേശു മിശിഹായാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ വേറെ ആർക്കും അറിയില്ലെങ്കിലും കർത്താവിന് നന്നായിട്ട് മുഴുവനായിട്ടും അറിയാം. അങ്ങനെ വരുന്നവരിൽ നല്ലൊരു ശതമാനം മക്കൾ ഉള്ളിൽ വലിയ നെരിപ്പോടുമായിട്ടാണ് വരുന്നത്. ജീവിത ദുഃഖങ്ങൾ, ജീവിതത്തിലെ ചില തകർച്ചകൾ, സങ്കടങ്ങൾ, വേദനകൾ, ഇതെല്ലാം കർത്താവിൻ്റെ അടുത്തൊന്ന് പറയാനും കർത്താവിൻ്റെ പക്കലേക്ക് സമർപ്പിക്കാനുമായിട്ട് വരുന്നവർ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥ വേറെ ആർക്കും മറ്റാർക്കും അറിയില്ലെങ്കിലും കർത്താവിന് നന്നായിട്ടറിയാം. ഇനി നമുക്ക് ഈ വചനം ഒന്ന് വായിക്കാം. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം 9 മുതലുള്ള വചനങ്ങൾ. ഷീലോയിൽ വച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നു. പുരോഹിതനായ ഏലി ദേവാലയത്തിൻ്റെ വാതിൽപ്പടിക്ക് സമീപം ഒരു പീഠത്തിൽ ഇരിക്കുകയായിരുന്നു. അവൾ കർത്താവിനോട് ഹൃദയം നൊന്ത് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങെന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. ഹന്ന ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കവേ ഏലി അവളെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു വലിയ ഭക്ഷണം ഷീലോയിൽ വെച്ച് അവർ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തതിന് ശേഷം ഹന്ന എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വലിയ സദ്യ നടക്കുന്നു, ഭക്ഷിച്ച് പാനം ചെയ്യുന്നു. അവിടെ ഇരുന്ന എത്ര പേരുണ്ടോ അത്രയും പേരിൽ ആർക്കെങ്കിലും ഈ ഹന്ന എന്ന ആ സ്ത്രീയുടെ മനസ്സ് അറിയാമായിരുന്നു? ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖവും വേദനയും സങ്കടങ്ങളും എന്തുമാത്രമുണ്ട് എന്ന് ആർക്കും അറിയില്ല. കുറച്ച് അടുപ്പമുള്ളവർക്കൊക്കെ അറിയാം, വിവാഹം കഴിഞ്ഞൊരു സ്ത്രീ, എന്നാൽ മക്കളില്ല, ഇങ്ങനെ ജീവിക്കുന്നു, അതേ അറിയുള്ളൂ. ഇനി മക്കളില്ലാത്തതിൻ്റെ പേരിൽ കുറച്ച് സങ്കടമൊക്കെ ഉണ്ട്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ മറ്റാർക്കും അറിയില്ലെങ്കിലും കർത്താവ് യേശു മിശിഹായ്ക്ക് നന്നായിട്ടറിയാം. നോക്കുക, ആ സ്ത്രീ എന്നിട്ട് ദേവാലയത്തിലേക്ക് വന്ന് അങ്ങോട്ട് തൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ അങ്ങോട്ട് ചൊരിയുകയാണ്. എല്ലാ സങ്കടങ്ങളും അങ്ങോട്ട് ചൊരിഞ്ഞു കർത്താവിൻ്റെ പക്കലേക്ക്. അത് ആ വചനം പറയുന്ന ഇങ്ങനെയാ, 13-ാം വചനം. അവൾ ഹൃദയത്തിൽ സംസാരിക്കുകയായിരുന്നു, അധരം മാത്രമേ ചലിച്ചിരുന്നുള്ളൂ, ശബ്ദം പുറത്തു വന്നില്ല. അതുകൊണ്ട് അവൾ മദ്യപിച്ചിട്ടുണ്ട് എന്ന് ഏലിക്ക് തോന്നി. എന്നാൽ ഓർക്കുക, പരിസരം മറന്ന് ഹന്ന എന്ന സ്ത്രീ കർത്താവിനെ അങ്ങോട്ട് വിളിച്ച് സകല കാര്യങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ പുരോഹിതനായ ഏലിക്ക് എന്താ തോന്നിയത്? വലിയ സദ്യയൊക്കെ കഴിഞ്ഞാൽ വരുന്നത്, അവിടെയാണെങ്കിൽ നല്ല ഭക്ഷിക്കുകയും പാനം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഇതാ ഈ പകൽ സമയത്ത് കുടിച്ച് മദ്യപിച്ച് മത്ത് പിടിച്ചിട്ട് ഇതാ ഈ ഹന്ന എന്ന സ്ത്രീ ദേവാലയത്തിൽ വന്ന് എന്തൊക്കെയോ പുലഭ്യം പറയുന്നു. പുരോഹിതനായ ഏലിക്ക് അങ്ങനെ തോന്നി. പക്ഷേ ഹന്നായുടെ മനസ്സ്, ഹൃദയം അറിയാവുന്നത് അപ്പോൾ ആർക്കായിരുന്നു? ആ ദേവാലയത്തിലെ പുരോഹിതനായ ഏലിക്കല്ല, നേരെ മറിച്ച് കർത്താവ് യേശു മിശിഹായ്ക്കായിരുന്നു. ഈശോയുടെ അടുത്ത് തൻ്റെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, വേദനകൾ, സങ്കടങ്ങൾ ഒക്കെ അങ്ങോട്ട് ചൊരിഞ്ഞപ്പോൾ പ്രിയപ്പെട്ടവരെ, കണ്ടു നിൽക്കുന്നവർ, അത് ഒരാളായാലും എത്ര പേരുണ്ടെങ്കിലും അവർക്ക് തോന്നും ഇതിങ്ങനെ മത്ത് പിടിച്ച് മദ്യപിച്ചിട്ട് ഇതാ എന്തൊക്കെയോ പുലഭ്യം പറയുന്നു, എന്തൊക്കെയോ പറഞ്ഞുകൂട്ടുകയാണെന്ന്. അല്ല മക്കളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളും ദുഃഖങ്ങളും വേദനകളും
ഈ ഹന്നായെ പോലെ അങ്ങ് സമർപ്പിക്കാൻ സാധിച്ചാൽ അത്യത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യും. അതാണ് തുടർന്നുള്ള വചനഭാഗത്ത് കാണുന്നത്. ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചപ്പോൾ ഹന്നായ്ക്ക് ദൈവം എന്തെന്നില്ലാത്ത വലിയ അനുഗ്രഹം കൊടുത്തു. അങ്ങനെ നിയോഗങ്ങൾ നിറവേറി ആ സ്ത്രീക്ക് ജനിച്ച കുഞ്ഞാണ് നമ്മൾ ഈ വചനത്തിൽ, ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ആ കുഞ്ഞിൻ്റെ പേരായി സാമുവേൽ. മഹാപ്രവാചകനായി തീർന്നു. എന്തേ കാരണം? ഹന്ന നാട്ടുകാരോടും കണ്ടവരോടും ഒക്കെയല്ല തൻ്റെ ഹൃദയത്തിലെ നിയോഗങ്ങളും ദുഃഖങ്ങളും വേദനകളും പറഞ്ഞു നടന്നത്. നേരെ മറിച്ച് കർത്താവിൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും വന്ന് പറഞ്ഞത്. ഇത് പ്രിയപ്പെട്ടവരെ, നമ്മളോട് പറയുന്ന വലിയൊരു ആത്മീയ കാര്യം ഇതല്ലേ? നമ്മുടെ ജീവിതത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഏത് നിയോഗമാണെങ്കിലും, ജീവിതത്തിലെ ഏത് പ്രാർത്ഥനകളാണെങ്കിലും അപേക്ഷകളാണെങ്കിലും എല്ലാ കാര്യങ്ങളും കർത്താവിൻ്റെ അടുത്ത് വന്ന് പറയണം. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചിലരോർക്കും, ഇതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ കർത്താവിൻ്റെ അടുത്ത് വരുന്നത്, ഇതുപോലെയൊക്കെ പ്രാർത്ഥിക്കുന്നതെന്ന്. അവർക്കറിയില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ഉള്ളിലെ സങ്കടം, അവർക്കറിയില്ല നമ്മുടെ ഉള്ളിലെ വേദന, അവർക്കറിയില്ല നമ്മുടെ നിയോഗം അത് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്. അപ്പം നമ്മൾ എന്താ ചെയ്യണ്ടേ? ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും സാരമില്ല, ഞാൻ എൻ്റെ കർത്താവിൻ്റെ അടുത്ത് എൻ്റെ ഹൃദയത്തിലെ ദുഃഖങ്ങൾ, വേദനകൾ, പ്രാർത്ഥനകൾ, നിയോഗങ്ങൾ എല്ലാം തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമെന്ന് തീരുമാനിക്കണം. എന്നിട്ടോ അത് ചെയ്യണം. ഇത് തന്നെയല്ലേ പ്രിയപ്പെട്ടവരെ ലൂക്കായുടെ സുവിശേഷം 38 വചനത്തിൽ, ആ 18 അധ്യായം 38 വചനത്തിൽ നമ്മൾ കാണുന്നത്? ആ വഴിയരികിലിരുന്ന അന്ധയാചകൻ. എല്ലാവരും എങ്ങനെ പോകുന്നു, കുറേ പേരൊക്കെ അയാൾക്ക് കാശ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ ആൾക്കാർ വിചാരിക്കും, ഇയാൾക്ക് അന്ധനായി ജനിച്ചത് എന്തൊരു നന്നായി, എന്തുമാത്രം കാശാ കിട്ടുന്നതെന്ന്. അയാൾക്കേ അറിയുമായിരുന്നുള്ളൂ കാഴ്ചയില്ലാത്തതിൻ്റെ ദുഃഖവും സങ്കടവും വേദനയും എത്രയോ വലുതാണ് എന്ന്. അതുകൊണ്ടാണ് ഈശോ കടന്നു പോകുന്നു എന്ന് കേട്ടപ്പോളെ ചങ്കുപൊട്ടി കരഞ്ഞ് പ്രാർത്ഥിച്ചത്, ദാവീദിൻ്റെ പുത്ര എന്നിൽ കനിയണമേ എന്ന്. ആൾക്കാരൊക്കെ മിണ്ടരുത്, മിണ്ടാതിരിക്കെ, ഇങ്ങനെ ഒച്ചയുണ്ടാക്കരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ മനുഷ്യന് ഉറക്കെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? കർത്താവിനെ ഇങ്ങനെയൊന്ന് വിളിക്കാതിരിക്കാൻ പറ്റുമോ? കാരണം അദ്ദേഹത്തിനെ അറിയുള്ളൂ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ദുരിതം എന്തുമാത്രം വലുതാണ് എന്ന്. അപ്പം നമ്മുടെ അവസ്ഥ കൃത്യമായി മറ്റുള്ളവർക്കറിയില്ലെങ്കിലും കർത്താവിനറിയാം. ബാക്കിയുള്ളവർ കാണുമ്പോഴോ അന്ധൻ, സാരമില്ല, കണ്ണ് കാണുന്നില്ല, കുഴപ്പമില്ല, എന്തോരം കാശ് കിട്ടുന്നുണ്ട്, കണ്ണില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരിയേറെ പേരെ സഹായിക്കുന്നുണ്ടല്ലോ, അയാൾക്കൊരു വിഷമോ ഒരു ബുദ്ധിമുട്ടോ ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കും. കർത്താവിനറിയാമായിരുന്നു പ്രിയപ്പെട്ടവരെ ആ മനുഷ്യൻ്റെ ഉള്ളിലെ വേദനയും നീറ്റലും ഒക്കെ. അതുകൊണ്ടാണ് അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഈശോ അവിടെ നിന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞത് അയാളെ എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരാൻ. പ്രിയപ്പെട്ടവരെ, വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് ശീലിക്കണം, പഠിക്കണം. ആരൊക്കെ വേണ്ട എന്ന് പറഞ്ഞാലും, ആരൊക്കെ തടുത്താലും, ആരൊക്കെ നമ്മളെ അകറ്റാൻ നോക്കിയാലും കർത്താവിൻ്റെ അടുത്തോട്ട് വരണം, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. നമ്മുടെ ഹൃദയം, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അറിയാവുന്നത് അത് കർത്താവ് ഈശോമിശിഹായ്ക്ക് മാത്രമാണ്. മറ്റാർക്കും പുറമേയുള്ള ചില കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചോ, ഹൃദയത്തിലെ നൊമ്പരങ്ങൾ, വേദനകൾ, നിയോഗങ്ങളൊക്കെ അവിടുത്തെ പക്കലേക്ക് അങ്ങോട്ട് ചൊരിയണം. അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. പ്രിയപ്പെട്ടവരെ, അതല്ലേ മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ ഒരപ്പൻ തൻ്റെ മകനെ കൂട്ടിക്കൊണ്ടുവന്ന് ഈശോയുടെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു. ആ മകനിൽ ചില പൈശാചികമായ ബാധകളും ഇങ്ങനെ സ്വഭാവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞ് അവർക്ക് സാധിച്ചില്ല. അത് കഴിഞ്ഞപ്പോഴാണ് ഈശോ പ്രാർത്ഥനയും കഴിഞ്ഞ് അവിടേക്ക് വരുന്നതും ആ അപ്പൻ മകനെയും കൊണ്ട് ഈശോയുടെ അടുത്ത് ചെല്ലുന്നതും. പ്രിയപ്പെട്ടവരെ, കർത്താവിനെ അറിയുകയുള്ളൂ നമ്മുടെ ഹൃദയ വിചാരങ്ങൾ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ
സങ്കടങ്ങൾ, വേദനകൾ ഒക്കെ കർത്താവ് യേശുമിശിഹായ്ക്ക് അറിയുള്ളൂ. അത് എത്രമാത്രം നമ്മളെ നീറ്റുന്നുണ്ടെന്നും വേദനിപ്പിക്കുന്നുണ്ടെന്നും വിഷമിപ്പിക്കുന്നുണ്ടെന്നും കർത്താവിന് കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആ അപ്പനെയും മകനെയും കുറച്ചങ്ങ് നീക്കി നിർത്തി കാര്യങ്ങളൊക്കെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കിയതും. എന്നിട്ട് ക്ഷണം നേരം കൊണ്ട് പൂർണ്ണമായും ആ മകനെ സുഖപ്പെടുത്തി പൈശാചിക ബാധയിൽ നിന്നും രക്ഷിച്ച് പഴയ ആരോഗ്യവും ചൈതന്യവും അഭിഷേകവും ഒക്കെയുള്ള മകനായിട്ട് തിരിച്ചു കൊടുത്തത്. ഇന്ന് എന്തുമാത്രം മാതാപിതാക്കളാണ് മക്കളുടെ വഴിതെറ്റിയുള്ള ജീവിതത്തെ ഓർത്ത് വലിയ സങ്കടത്തിൽ ജീവിക്കുന്നവർ. ചിലപ്പോൾ അനുസരണക്കേട് കാണിക്കുന്നുണ്ട്, നന്നായി പഠിക്കാത്ത കാരണം, ജീവിതത്തിൽ ഒരു ലക്ഷ്യമില്ലാത്ത പോലെ ജീവിക്കുന്നവർ, മദ്യത്തിന് അടിമകളായിട്ട് ഇങ്ങനെ ജീവിക്കുന്നവർ, മോശമായ കൂട്ടുകെട്ടുകളിൽപ്പെട്ട് ജീവിക്കുന്ന മക്കൾ, ഇങ്ങനെയുള്ള പല കാരണത്തെ പ്രതി ഉള്ളാകെ വേദനിച്ച് ജീവിക്കുന്ന ഒത്തിരിയേറെ മാതാപിതാക്കളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കർത്താവിനോട് പറയണം, ദിവ്യകാരുണ്യമായ ഈശോയോട് നമുക്ക് പറയണം, ഇതാ മകൻ്റെ മകളുടെ ജീവിതം ഇങ്ങനെയാണ്, താളം തെറ്റിയിരിക്കുന്നു, കൈവിട്ടു പോകുമെന്ന് പേടിയാണ്, അവനിതാ മോശമായ കൂട്ടുകെട്ടുകൾ, എപ്പോഴും മൊബൈലിൻ്റെ മുന്നിലാണ്, അഡിക്റ്റാണ്, ലഹരി ഉപയോഗിക്കുന്നു, അനുസരണയില്ല, അലസതയാണ്, എല്ലാ കാര്യങ്ങളും. ചിലപ്പോൾ ബാക്കിയുള്ളവരോർക്കും, ഓ ആ വീട്ടിലെ ആ മകൻ കുറച്ച് ഇങ്ങനെയൊക്കെ ജീവിച്ചാലും ഇപ്പം എന്താ കുഴപ്പം, പ്രശ്നമൊന്നുമില്ലല്ലോ എന്ന്. ഓരോ മാതാപിതാക്കൾക്കുമല്ലേ അറിയുള്ളൂ മക്കൾ ഇങ്ങനെ മോശമായ വിധത്തിൽ പോകുമ്പോഴുള്ള ഉള്ളിലെ കനലും ഉള്ളിലെ ദുഃഖവും വേദനയും എന്തുമാത്രമാണെന്ന്. മക്കളെ, നമുക്ക് ആശ്രയിക്കാൻ ഒരു കർത്താവുണ്ട്, നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ ഒരു ദൈവമുണ്ട്, നമുക്ക് പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങൾ, ഹൃദയ വിചാരങ്ങൾ പൂർണ്ണമായും അങ്ങ് സമർപ്പിച്ചാൽ അത്ഭുതകരമായ വിധത്തിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിന്ന് മക്കളെ, പൂർണ്ണമായിട്ടും നമ്മളെ ജീവിതാവസ്ഥ, നമ്മുടെ ഹൃദയത്തിൻ്റെ അവസ്ഥ, നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്ന് 100% അറിയാവുന്ന കർത്താവിൻ്റെ പക്കലേക്ക് നമ്മളെ ഓരോരുത്തരെയും സമർപ്പിക്കാൻ ഒരുങ്ങിയാണ്, നമ്മളെ പൂർണ്ണമായും സമർപ്പിക്കാൻ ഒരുങ്ങിയാണ്. കർത്താവ് നമ്മളെ രക്ഷിക്കും മക്കളെ. കർത്താവ് നമ്മുടെ ജീവിതാവസ്ഥ കാണും. മറ്റാർക്കും നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ, വേദനകൾ അറിയില്ല എങ്കിലും കർത്താവ് യേശുമിശിഹായ്ക്ക് അങ്ങേയറ്റം നന്നായിട്ടറിയാം. അതുകൊണ്ട് 2 കൈകളും ഇങ്ങനെ ഒന്ന് തുറന്നു പിടിച്ച് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, എല്ലാവരും ചേർന്നൊന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച്, നമ്മുടെ ഹൃദയവും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളും അങ്ങേയറ്റം നന്നായിട്ടറിയാവുന്ന കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. സന്തോഷത്തോടെ, തീഷ്ണതയോടെ, ആഗ്രഹത്തോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊള്ളുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. കർത്താവെ, അങ്ങേ ആരാധിച്ച് നന്ദി പറയുന്നു. 2 കൈകൾ ഉയർത്തുക മക്കളെ, 2 കരങ്ങളും ഉയർത്തി, സ്വരമുയർത്തി വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഉള്ളിൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും നൊമ്പരങ്ങളും കർത്താവിന്റെ പക്കലേക്ക് സമർപ്പിക്കാം. ഹന്ന സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാം. വിളിച്ചുണരട്ടെ ഈശോയേ. ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിച്ചിടാം. എല്ലാവരും ചേർന്ന് ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളൊക്കെയും കർത്താവേ കാഴ്ചയായി അർപ്പിച്ചിടാം. മക്കളെ, കൈകൾ രണ്ടും ഇങ്ങനെ നമുക്ക് യാചനാരൂപത്തിൽ തുറന്നു പിടിക്കാം. എൻ്റെ കർത്താവേ, ഹന്ന ദേവാലയത്തിൽ ചെന്ന് പരിസരം മറന്ന് കരഞ്ഞ് കർത്താവിൻ്റെ പക്കലേക്ക് തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും വേദനകളും നൊമ്പരങ്ങളും അങ്ങ് ചൊരിഞ്ഞതുപോലെ ഈശോയെ, ഇതാ അങ്ങയുടെ സന്നിധിയിൽ വന്ന് ഞങ്ങളുടെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും സമർപ്പിക്കുന്നു.
കർത്താവെ, എത്രയോ അധികം വ്യക്തികളാണ് ഹന്നായെ പോലെ മക്കളില്ലാത്തതിൻ്റെ പേരിൽ അങ്ങേയറ്റം ദുഃഖിക്കുന്നതും വിഷമിക്കുന്നതും. ഈശോയെ, മറ്റുള്ളവരെയൊക്കെ ഒരു നോട്ടപ്പള്ളി പോലെയോ പരിഹാസ കഥാപാത്രം പോലെയോ ഒക്കെയായി ജീവിക്കേണ്ടി വരുന്ന അങ്ങനെയുള്ള ദമ്പതികളുടെ ഉള്ളിലെ സങ്കടങ്ങൾ, വേദനകൾ, വിഷമങ്ങൾ അങ്ങ് അറിയുന്നുണ്ടല്ലോ കർത്താവെ. ഈശോയെ, ഇതാ അവരെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കടന്നു വരണമേ. ഈശോയെ, മക്കളില്ലാത്തതിൻ്റെ പേരിലുള്ള സകല സങ്കടങ്ങളും ഒരു കാഴ്ച പോലെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മക്കളെ, ഈ നാട്ടിൽ നമ്മുടെ ദേശത്ത് മക്കളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി നമുക്കൊന്ന് കരമുയർത്താം. 2 കൈകളും ഉയർത്തി യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. ഹന്ന വിളിച്ചതുപോലെ യേശു നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. ആരൊക്കെ എന്തൊക്കെ വിചാരിച്ചാലും കർത്താവിന്റെ നാമം വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് രക്ഷിക്കും. മക്കളെ, ഹന്നായെ അനുഗ്രഹിച്ചതുപോലെ ഇന്നും കർത്താവ് ഓരോ ദമ്പതികളെ അനുഗ്രഹിക്കും. വിളിച്ചുണരുക, നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാം. സ്വരമുയർത്തി സർവശക്തിയോടെ യേശു നാമം വിളിച്ചുണരട്ടെ. കർത്താവ് രക്ഷിക്കും, കർത്താവ് അനുഗ്രഹിക്കും. ഈശോയേ, ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിച്ചിടാം. എല്ലാവരും ചേർന്ന് ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിച്ചിടാം. മക്കളെ, നമുക്ക് കൈകൾ കൂപ്പാം. എൻ്റെ പൊന്നു തമ്പുരാനെ, അങ്ങയുടെ പക്കലേക്ക് പിശാച് ബാധിച്ച് തൻ്റെ മകനെയും കൂട്ടിക്കൊണ്ടുവന്ന ആ അപ്പനെ പോലെ മക്കളെ ഓർത്ത് അങ്ങേയറ്റം ദുഃഖിക്കുന്ന ഓരോ മാതാപിതാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മറ്റുള്ളവരൊക്കെ കാഴ്ചക്കാരായിട്ടും എന്ത് സംഭവിക്കുന്നു എന്നൊക്കെ നോക്കി നിൽക്കുകയാണെങ്കിലും ഉള്ളിലെ നൊമ്പരങ്ങളും വേദനയും സങ്കടവും അങ്ങ് കാണുന്നുണ്ടല്ലോ കർത്താവെ. ഇന്ന് ഈ നാട്ടിൽ, ഞങ്ങളുടെ ദേശത്ത് മക്കളെ ഓർത്ത് വല്ലാതെ വേദനിക്കുന്ന, ഹൃദയവുമായിട്ട് ജീവിക്കുന്ന എന്തുമാത്രം മാതാപിതാക്കളാണുള്ളത്. മക്കളുടെ അനുസരണക്കേട് മൂലം, അവർ പഠിക്കാത്തത് മൂലം, അവരുടെ അലസത മൂലം, ഏതെങ്കിലും തരത്തിലുള്ള ലഹരികൾ ഉപയോഗിക്കുന്നത് മൂലം, അതൊക്കെ ഓർത്ത് അങ്ങേയറ്റം ചങ്ക് പൊള്ളി ജീവിക്കുന്ന എല്ലാ മാതാപിതാക്കളെയും സമർപ്പിക്കുന്നു. എൻ്റെ ഈശോയെ, അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലെ അവസ്ഥ നന്നായിട്ട് അറിയാവുന്ന കർത്താവെ, ഇതാ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഓരോ മാതാപിതാക്കളെയും അവരുടെ മക്കളെയും സമർപ്പിക്കുന്നു. കർത്താവെ, രക്ഷിക്കണമേ, രക്ഷയിലേക്ക് നയിക്കണമേ. ഓരോ മക്കളുടെ അവസ്ഥ കണ്ട് കർത്താവെ, അവരെ ഓരോരുത്തരെയും അതിൽ നിന്നൊക്കെ തിന്മയിൽ നിന്ന് പിന്തിരിപ്പിച്ച് അങ്ങയുടെ പക്കലേക്ക് കൂട്ടിക്കൊണ്ടുവരണമേ. മക്കളെ, നമുക്ക് 2 കൈകളും ഉയർത്താം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് രക്ഷിക്കും, കർത്താവ് അനുഗ്രഹിക്കും. മറ്റാർക്കും അറിയില്ലെങ്കിലും നമ്മുടെ ഉള്ളിന്റെ അവസ്ഥ, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥ ഈശോയ്ക്കറിയാം. ആ കർത്താവിനെ നമുക്ക് വിളിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം. ഈശോയേ, ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിച്ചിടാം. എല്ലാവരും ചേർന്ന് ഉള്ളിൻ്റെ ഉള്ളിലെ ദുഃഖങ്ങളൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിച്ചിടാം. കൈകൾ കൂപ്പിക്കൊണ്ട് ഒരുമിച്ച് ഉള്ളിൻ്റെ ഉള്ളിലെ കർത്താവേ, ദുഃഖങ്ങളൊക്കെയും കർത്താവെ കാഴ്ചയായി അർപ്പിച്ചിടാം. മക്കളെ, നമുക്ക് മുട്ടുകൾ കുത്തി 2 കരങ്ങൾ തുറന്നു പിടിച്ച് എളിയ സ്വരത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും കാര്യങ്ങളും അവസ്ഥയും അറിയാവുന്ന കർത്താവ് ഇന്ന് നമ്മളെ അനുഗ്രഹിക്കും, ആശീർവദിക്കും. സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു.
യേശുവേ, ഞങ്ങളുടെ ഉള്ളിനുള്ളിലെ എല്ലാ ദുഃഖങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു കർത്താവേ. ഒരു കാഴ്ചയായി സമർപ്പിക്കുന്നു. നീ സ്വീകരിക്കണമേ കർത്താവേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ നീ അനുഗ്രഹിക്കണമേ. യേശുവേ, ഞങ്ങളിലേക്ക് നീ എഴുന്നള്ളി വരണമേ. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ, മഹത്വം കർത്താവേ. ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.